നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ബാങ്കുകളുമായിട്ട് ഡീൽ ചെയ്യുന്നവരാ അല്ലേ? ഒരു സേവിങ്സ് അക്കൗണ്ട് തൊട്ട് വലിയ ഹോം ലോൺ വരെ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാങ്കുകളൊക്കെ എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതെന്ന്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. റീറ്റെയിൽ ബാങ്കിംഗ് മാർക്കറ്റിംഗിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എന്തിനാണ് ബാങ്കുകൾക്ക് മാർക്കറ്റിംഗ്, അതിന്റെ ആവശ്യകത എന്താണ്? പിന്നെ മാർക്കറ്റിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് 7 പീസ് മാർക്കറ്റിംഗ് മിക്സ്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അത് കഴിഞ്ഞ് ബാങ്കുകൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജികൾ, അവരെങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു. അവസാനം ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന CRMന്റെ പ്രാധാന്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. വൈ ബാങ്ക്സ് നീഡ് മാർക്കറ്റിംഗ്. അതായത് ഇത്രയധികം ബാങ്കുകളുള്ള ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ മാർക്കറ്റിംഗ് എന്തിനാണ് ഇത്രയധികം ആവശ്യം വരുന്നത്? നമുക്ക് നോക്കാം. തുടങ്ങുന്നതിനു മുൻപ് ഈ റീറ്റെയിൽ ബാങ്കിംഗ് എന്ന വാക്ക് നമുക്കൊന്ന് ഉറപ്പിക്കാം. സംഭവം സിമ്പിളാണ്. ബാങ്കുകൾ നമ്മളെപ്പോലുള്ള സാധാരണ കസ്റ്റമേഴ്സിന്, അതായത് വ്യക്തികൾക്ക് നൽകുന്ന സേവനങ്ങളുണ്ടല്ലോ, നമ്മുടെ സേവിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ, അതിനെയാണ് റീറ്റെയിൽ ബാങ്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫോക്കസ് ബിസിനസ്സുകളിലല്ല, നമ്മൾ ഓരോരുത്തരിലുമാണ്. അപ്പോ ശരിക്കും എന്തിനാണ് ബാങ്കുകൾ ഇത്രയധികം പണം മാർക്കറ്റിംഗിന് വേണ്ടി ചെലവഴിക്കുന്നത്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, തീർച്ചയായും കൂടുതൽ കസ്റ്റമേഴ്സിന് നേടണം, മാർക്കറ്റിൽ തങ്ങളുടേതായ ഒരു സ്ഥാനമുറപ്പിക്കണം. പിന്നെ അവർ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ അറിയിക്കണം, അല്ലേ? അതുപോലെ തന്നെ പ്രധാനമാണ് ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ബാങ്കിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വരണം. പിന്നെ 100 കണക്കിന് ബാങ്കുകളുള്ളപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താനും മാർക്കറ്റിംഗ് വേണം. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റിംഗിന്റെ ഒരു കോർ ഐഡിയയിലേക്ക് വരാം. ബാങ്കുകൾ മാത്രമല്ല, ഒരുപാട് കമ്പനികൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണിത്. ഇതിനെയാണ് 7 പീസ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബ്ലൂ പ്രിന്റ് പോലെയാണ്, അവരുടെ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു അടിസ്ഥാനം. അപ്പോ എന്തൊക്കെയാണ് ഈ 7 Pകൾ? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്, പിന്നെ ഫിസിക്കൽ എവിഡൻസ്. സ്റ്റുഡൻസിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമുക്കിവ ഓരോന്നും ബാങ്കിങ്ങിന്റെ കാര്യത്തിൽ എന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രോഡക്റ്റ്, അതായത് ബാങ്ക് എന്താണ് വിൽക്കുന്നത്. അത് പലതരത്തിലുള്ള അക്കൗണ്ടുകളാവാം, ലോണുകളാവാം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ഒരേ പ്രോഡക്റ്റ് അല്ല. ഓരോ തരം കസ്റ്റമേഴ്സിനും വേണ്ടത് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന്, നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻസിന് വേണ്ടത് ചിലപ്പോൾ 0 ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും. അതേസമയം ഒരു സാലറി കിട്ടുന്നയാൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സണൽ ലോണോ ക്രെഡിറ്റ് കാർഡോ ആയിരിക്കും കൂടുതൽ ആവശ്യം. അപ്പോൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് പ്രൊഡക്റ്റ് സ്ട്രാറ്റജി. രണ്ടാമത്തത് പ്രൈസ്. ബാങ്കിന്റെ കാര്യത്തില് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ അടയ്ക്കുന്ന പലിശ നിരക്കുകളാണ്, അല്ലെങ്കിൽ പലതരം ഫീസുകളാണ്, അല്ലേ? ഒരു എഡ്യൂക്കേഷൻ ലോണിന് കുറഞ്ഞ പലിശ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീ ഇല്ല എന്നൊക്കെ പറയുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനുള്ളൊരു വഴിയാണ്. ഇതാണ് പ്രൈസിംഗ് സ്ട്രാറ്റജി. മൂന്നാമത്തെ പി, പ്ലേസ്. അതായത് ഈ ബാങ്കിംഗ് സേവനങ്ങൾ നമുക്ക് എവിടെയൊക്കെ കിട്ടും? പണ്ടൊക്കെയാണെങ്കിൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ ക്യൂ നിൽക്കണമായിരുന്നു, പിന്നെ ATMകൾ വന്നു. പക്ഷെ ഇന്ന് നോക്കൂ, നമ്മുടെ ഫോണിലുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഏറ്റവും വലിയ പ്ലേസ്. എവിടെയിരുന്നും എപ്പോ വേണമെങ്കിലും ഇടപാടുകൾ നടത്താം. അതാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ ഒരു പ്രധാന നേട്ടം. നാലാമത്തത് പ്രൊമോഷൻ. ബാങ്ക് അവരുടെ പ്രോഡക്റ്റുകളെപ്പറ്റി നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് പ്രൊമോഷൻ. പണ്ടത്തെ പോലെ ടിവിയിലും പത്രത്തിലും മാത്രമല്ല ഇന്ന് പരസ്യം. നമ്മൾ കാണുന്ന യൂട്യൂബ് വീഡിയോകൾക്ക് മുൻപ് വരുന്ന ആഡ്സ്, ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പോസ്റ്റുകൾ, ഇതെല്ലാം പ്രൊമോഷന്റെ ഭാഗമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പോലും ഒരു തരം പ്രൊമോഷനാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പീപ്പിൾ, അതായത് ബാങ്കിലെ ജീവനക്കാർ. എത്ര നല്ല ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു സംശയം വരുമ്പോൾ സംസാരിക്കാൻ ഒരു ആളുണ്ടാവുന്നത് വലിയ കാര്യമാണ്, അല്ലേ? ഒരു ലോണിനെ പറ്റി അറിയാൻ വിളിക്കുമ്പോൾ നന്നായി സംസാരിക്കുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ നമ്മുടെ ആ ബാങ്കിനോടുള്ള വിശ്വാസം കൂടും. അപ്പോൾ കസ്റ്റമർ ഫ്രണ്ട്ലി ആയ ജീവനക്കാർ ഒരു വലിയ അസറ്റാണ്. ആറാമത്തെ പി, പ്രോസസ്. അതായത് ഒരു കാര്യം ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ചിന്തിച്ചു നോക്കൂ, ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഒരുപാട് ഫോം ഫില്ല് ചെയ്യുകയും പലതവണ ബാങ്കിൽ പോവുകയും ചെയ്യേണ്ടി വന്നാൽ നമുക്ക് മടുക്കും. നേരെ മറിച്ച് 5 മിനിറ്റ് കൊണ്ട് ഓൺലൈനായി ഒരു അക്കൗണ്ട് തുറക്കാൻ പറ്റിയാലോ? അതാണ് ഒരു സിമ്പിൾ പ്രോസസ്. കസ്റ്റമർ എക്സ്പീരിയൻസിനെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും.
ഏഴാമത്തേതും അവസാനത്തേതുമായ പി, ഫിസിക്കൽ എവിഡൻസ്. ഇത് കണ്ട് തൊട്ടറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു ബാങ്കിന്റെ ബ്രാഞ്ച്, അതിന്റെ വൃത്തിയും ഡിസൈനുമൊക്കെ കാണുമ്പോൾ ആ ബാങ്കിന് പറ്റി നമുക്കൊരു അഭിപ്രായം തോന്നും. അതുമാത്രമല്ല, അവരുടെ വെബ്സൈറ്റിന്റെ ലുക്ക്, മൊബൈൽ ആപ്പിന്റെ ഡിസൈൻ, എന്തിനധികം പറയുന്നു, ATMൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് പോലും ഫിസിക്കൽ എവിഡൻസിന്റെ ഭാഗമാണ്. ഇതെല്ലാം ബ്രാൻഡിന്റെ ഒരു ക്വാളിറ്റി മെസ്സേജ് തരുന്നുണ്ട്. അപ്പോ ഈ 7 Pകൾ ചേർന്നാണ് ബാങ്കിന്റെ മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ ഐഡിയകളൊക്കെ ഉപയോഗിച്ച് ബാങ്കുകൾ എന്തൊക്കെ സ്ട്രാറ്റജികളാണ് നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ചും മറ്റ് സ്ഥാപനങ്ങളുമായി ചേർന്ന് അവരെങ്ങനെയാണ് പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത് നോക്കാം. ബാങ്കുകൾ പലതരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈപ്സ്. പേര് കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. മറ്റ് സ്ഥാപനങ്ങളുമായി പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടുക. ഏറ്റവും നല്ല ഉദാഹരണം, ഒരു കോളേജുമായി ഒരു ബാങ്ക് ടൈപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ കോളേജിലെ സ്റ്റുഡൻസിന് മാത്രമായി എളുപ്പത്തിൽ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നു. ഇതിലൂടെ ബാങ്കിന് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനെ ഒറ്റയടിക്ക് കിട്ടും. ഈ ടേബിൾ നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയർ ആവും. കണ്ടില്ലേ, ഓരോ പ്രൊഡക്റ്റിനും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ തരം സ്ഥാപനങ്ങളെയാണ്. പേഴ്സണൽ ലോൺ ആണെങ്കിൽ വലിയ കോർപ്പറേറ്റ് കമ്പനികളെയോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെയോ ആണ് അവർ സമീപിക്കുക. കാരണം അവിടെയുള്ളവർക്ക് സ്ഥിരം വരുമാനമുണ്ടാവും. അതേസമയം എഡ്യൂക്കേഷൻ ലോൺസിനു വേണ്ടി അവർ കോളേജുകളെയും ടെക് പ്ലാറ്റ്ഫോമുകളെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. വളരെ സ്മാർട്ടായിട്ടുള്ളൊരു മൂവാണിത്. ഇതിന്റെ 2 ക്ലാസിക് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഒന്ന്, ഓട്ടോ ലോൺ. നമ്മളൊരു കാർ വാങ്ങാൻ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവിടെ തന്നെ ലോൺ അപ്രൂവ് ചെയ്ത് തരാൻ ബാങ്കിന്റെ ആളുണ്ടാവും. ഇത് ഡീലർ ടൈപ്പാണ്. രണ്ടാമത്തേത്, ഹോം ലോൺ. ഒരു വലിയ ഫ്ളാറ്റ് പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ബിൽഡർ ഒരു ബാങ്കുമായി ടൈപ്പ് ഉണ്ടാക്കും. അപ്പോൾ ആ പ്രൊജക്റ്റിൽ ഫ്ളാറ്റ് വാങ്ങുന്നവർക്ക് വളരെ പെട്ടെന്ന് ലോൺ കിട്ടും. 2 കൂട്ടർക്കും ഇതുകൊണ്ട് ലാഭമാണ്. അപ്പൊ പ്രോഡക്റ്റുകളായി, സ്ട്രാറ്റജികളായി. ഇനി അടുത്ത ചോദ്യം, ഇതെല്ലാം എങ്ങനെയാണ് കസ്റ്റമറായ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്? അതിനുള്ള ചാനലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ബാങ്കിനെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഈ ചാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കൂ, ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് 40%, ഉപയോഗിക്കുന്നത് മൊബൈൽ ബാങ്കിംഗ് ആണ്. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ്. അതിനർത്ഥം നമ്മുടെ ബാങ്കിംഗ് മുഴുവൻ ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബ്രാഞ്ചുകൾക്ക് ഇപ്പോഴും ഒരു റോളുണ്ട്. ഏകദേശം 10% ആളുകൾ ഇപ്പോഴും നേരിട്ട് ബ്രാഞ്ചുകളിൽ പോകുന്നുണ്ട്. ബാങ്കിന്റെ ജീവനക്കാരെ മാത്രമല്ല നമുക്ക് ലോണും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഓഫർ ചെയ്യുന്നത്. ചിലപ്പോൾ പുറത്തുനിന്നുള്ള ഏജന്റുമാരും നമ്മളെ വിളിക്കാറില്ലേ? അവരെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഏജന്റ്സ് അഥവാ DSA എന്ന് പറയുന്നത്. ഇവർ ബാങ്കിനും കസ്റ്റമർക്കും ഇടയിൽ ഒരു പാലം പോലെ പ്രവർത്തിക്കുന്നവരാണ്. അവരാദ്യം ലീഡ് കണ്ടെത്തും, പിന്നെ നമ്മളെ വിളിച്ച് ആവശ്യം മനസ്സിലാക്കി ശരിയായ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി ആപ്ലിക്കേഷൻ വാങ്ങി ബാങ്കിൽ കൊടുക്കും. ഇതൊരു കൃത്യമായ പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ, അതായത് മാർക്കറ്റിംഗ്, സെയിൽസ്, കസ്റ്റമർ സർവീസ്, ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് കിട്ടുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അഥവാ CRM. അപ്പോൾ എന്താണ് ഈ CRM? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയോ ആണ്. ഇത് ഒരു കസ്റ്റമറെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരിടത്ത് സൂക്ഷിക്കുന്നു. നമ്മുടെ പേര്, അഡ്രസ് മാത്രമല്ല, നമ്മൾ എപ്പോഴൊക്കെ ബാങ്കിനെ വിളിച്ചു, എന്തിടപാടുകൾ നടത്തി, എന്തിനൊക്കെ പരാതിപ്പെട്ടു, എല്ലാം. ഇതുകൊണ്ടെന്ത് ഗുണം? ഉദാഹരണത്തിന്, നിങ്ങൾ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നുണ്ടെന്ന് നിങ്ങളുടെ ബാങ്കിംഗ് ഡേറ്റയിൽ നിന്ന് CRM സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ പറ്റും. ഉടനെ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് പോയിന്റ് കിട്ടുന്ന ഒരു ഷോപ്പിംഗ് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ വരും. അതാണ് CRMന്റെ പവർ. ഈ CRMന് പല രൂപങ്ങളുണ്ട്. ഓപ്പറേഷണൽ CRM എന്ന് പറഞ്ഞാൽ കോൾ സെന്ററിലെ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. അനലിറ്റിക്കൽ CRM ആണ് ശരിക്കും കളി മാറ്റുന്നത്. ഇത് നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്ത് നമുക്ക് അടുത്തതായി എന്ത് പ്രോഡക്റ്റ് വേണ്ടിവരും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വരെ ശ്രമിക്കും. പിന്നെ ഡിജിറ്റൽ CRM ഉണ്ട്. അത് നമ്മളുമായി ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സംവദിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമുക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് കിട്ടുന്നു. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് എന്താണ്? ഇന്നത്തെ ബാങ്കിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് മോഡലാണ്. ഒരു വശത്ത് ഏറ്റവും പുതിയ ടെക്നോളജി, മറുവശത്ത് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ.
പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ബാങ്കിംഗ് കൂടുതൽ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭാവിയിൽ ഒരു കസ്റ്റമറെ നേടാനും നിലനിർത്താനും ഏറ്റവും പ്രധാനം എന്തായിരിക്കും? ഒരു കിടിലൻ മൊബൈൽ ആപ്പ് പോലുള്ള ടെക്നോളജിയാണോ? അതോ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സഹായിക്കാനും തയ്യാറുള്ളൊരു മനുഷ്യനാണോ? ഇതിനുള്ള ഉത്തരം എന്തായിരിക്കും? ഈ ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്കിവിടെ നിർത്താം.